ഓൾഡ് ആർ യു? ഇങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? അത് പറയാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംഗതി പിടികിട്ടും. ഹൗ ഓൾഡ് ആർ യു ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രായം എത്രയാണ് എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് പറയാനായിട്ടുള്ളത്? സോ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ ആയി സ്നാനം ഏറ്റു. നമുക്കിപ്പോൾ എത്ര പ്രായമായി? സ്നാനം ഏൽക്കുന്നതോടെ നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ജനിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചതുപോലെ ഉള്ള ഒരു അവസ്ഥയാണ്. സോ കുഞ്ഞു ജനിച്ച ശേഷം അല്ലേ, ഓരോ കുഞ്ഞിനും ഓരോ മൈൽ സ്റ്റോൺ റീച്ച് ചെയ്യാനായിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്? കുഞ്ഞ് സോഷ്യൽ സ്മൈലായിരിക്കും, ചിലപ്പോൾ ക്രോളിംഗ് ആയിരിക്കാം. ഇങ്ങനെ പല അവസ്ഥകളിലൂടെയാണ് ഒരു കുഞ്ഞ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ പൈതൽ എന്ന നിലയിൽ ക്രിസ്തുവിൽ എൻ്റെ പ്രായം എന്താണ്? ഞാൻ വളരുന്നുണ്ടോ? ദൈവം എന്നിൽ മഹത്വപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹിമ എന്നിൽ അല്ലെങ്കിൽ എന്നിൽ റിവീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോ നമ്മുടെ പാഠം എന്ന് പറയുന്നത് 12ാമത്തെ പാഠമാണ്. ദയവായി നിൻ്റെ മഹത്വം എനിക്ക് കാണിച്ചു തരൂ എന്ന് മോശെ ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഈ ആഴ്ചയിലുടനീളം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പുറപ്പാട് പുസ്തകം 33, 34 ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചറിയുന്നത്. സോ മനപ്പാഠ വാക്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പുറപ്പാട് 34ന്റെ 6ഉം 7ഉമാണ്. സോ ഈ അവസരത്തിൽ റീച്ച് ടു ദി അൺറീച്ച്ഡ് എന്ന ഈഡൻ ടിവിയുടെ ഈ സാബത്ത് സ്കൂൾ ലെസൺ സ്റ്റഡിയിലേക്ക് നിങ്ങളെ ഏവരെയും, മാന്യപ്രേക്ഷകരെ എല്ലാവരെയും നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മുടെ മനപ്പാഠ വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, കർത്താവായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. പുറപ്പാട് 34ന്റെ 6ഉം 7ഉം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധിക വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, പാപികളും ദോഷികളുമായ അടിയങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത അടിയങ്ങളെ കർത്താവെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോശെ അങ്ങയുടെ മഹത്വത്തെ കാണണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിച്ചതുപോലെ നാമും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം ദർശിപ്പാൻ, അങ്ങയുടെ യഥാർത്ഥ മഹത്വം, അങ്ങയുടെ സ്വഭാവം ഞങ്ങളിൽ ആയിത്തീരുവാൻ, ക്രിസ്തീയ പൈതങ്ങളായി ഞങ്ങൾ വളരുവാൻ, നീതീകരണം പ്രാപിച്ച് അത് വിശുദ്ധീകരണം പ്രാപിച്ച് മഹത്വീകരണം എന്ന ആ പടിയിലേക്ക് ഞങ്ങൾ ഒരു പടി കൂടെ ചെല്ലുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സോ ഈ പാഠപഠനത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, മോശെ എന്ന ഒരു കൊലപാതകിയിൽ തുടങ്ങിയ മോശെ ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുകയാണ്? ദൈവത്തിൻ്റെ തേജസ് ദർശിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായരുടെ പുസ്തകം 5ാമത്തെ അധ്യായം 12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. സോ ഈ പറഞ്ഞ വാക്യത്തിൽ പ്രകാരം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നമ്മൾ ഇപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെ ആണോ? കട്ടിയായ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാതെ എന്താണ് പാല് കുടിക്കുന്ന പ്രായത്തിലാണോ നമ്മളായിരിക്കുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് വളരേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്ന, നമ്മുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നാമും പരിപൂർണരായിരിക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സോ മർക്കോസിൻ്റെ പുസ്തകം 4ന്റെ 28 ഇങ്ങനെ പറയുന്നു: വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. എങ്ങനെയാണ്? ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പടിപ്പടിയായിട്ട്, ഓരോ പടിയായിട്ട്
പിച്ച വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ പിച്ച വെച്ച് നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരേണ്ട ആവശ്യകതയെക്കുറിച്ചും എങ്ങനെയാണ് മോശെ ഇങ്ങനെ ഒരു മഹത്വീകരണം അല്ലെങ്കിൽ ദൈവത്തോട് തൻ്റെ മഹത്വം കാണിച്ചു തരൂ എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെ മോശെ വളർന്നു. നമുക്ക് പുറപ്പാട് 3:6 നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ മോശെ ആദ്യമായിട്ട് ദൈവത്തെ മുൾപടർപ്പിൽ ദർശിക്കുകയാണ്. അപ്പോൾ അവിടെ പറയാണ് 3:6 അവസാന ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ തേജസ് ദർശിക്കാൻ ഭയപ്പെട്ട് മുഖം മൂടിയ മോശെ ഇവിടെ 33:18 നമ്മൾ കടന്നു വരുമ്പോൾ 33:18 ഇവിടെ പറയുകയാണ്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. സോ മോശെ എത്രത്തോളം വളർന്നു എന്ന് നമുക്കിത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു കൊലപാതകിയായി മിസ്രൈം ദേശത്ത് നിന്നും ഓടിപ്പോയ മോശെ പിന്നെ ആ 40 വർഷം എന്ത് സംഭവിച്ചു? മോശയുടെ ജീവിതത്തിലെ 120 വർഷം, 40 ആദ്യത്തെ 40 മിസ്രൈമിൽ, 40 മിദ്യാൻ ദേശത്ത് ഒരു ആട്ടിടയനായിട്ട് കഴിച്ചുകൂട്ടി, അടുത്ത 40 വർഷം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഈ കാലയളവിനുള്ളിൽ മോശയ്ക്ക് സംഭവിച്ച വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കുന്നത്. 2 പത്രോസ് 3:18 ഇങ്ങനെ പറയും, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവിൻ, അവിടുത്തേക്ക് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. സോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ വളരണം എന്നുള്ളതാണ്. സോ ഇതൊരു എന്താണ്, ഒരു സർവകലാശാലയാണ് അല്ലെ ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞൊരു സർവകലാശാലയാണ്. അവിടെ ഒരു ബിരുദദാനമല്ല, ഇതിങ്ങനെ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ദിനം പ്രതി പഠിച്ചുകൊണ്ടിരിക്കുക. മറിച്ച് എന്താണ്, നിരന്തരമായ ഒരു പഠന പ്രക്രിയയാണ് നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യ ഭാഗത്തിൽ തന്നെ നമ്മുടെ ഓരോ ക്ലാസ്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഇത്ര പഠിച്ചാൽ മതി എന്നാണ് അല്ലേ. 1 മുതൽ 100 വരെ എണ്ണാൻ പഠിക്കുക, എഴുതാൻ പഠിക്കുക. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അതിൽ നിന്നും കൂടുതലാണ്. അവർക്കൊക്കെ ലോങ് ആൻസേഴ്സ് ഒക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടേതായ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ അവരുടേതായ ഒരു സിലബസ്, അവർക്ക് ഇത്ര പഠിച്ചാൽ മതി എന്നുണ്ട് അല്ലേ. അപ്പോൾ അതേ പഠനം നമ്മൾ കോളേജിലായിരിക്കുന്ന കുട്ടിക്ക് മതിയാവുമോ? ഒരിക്കലുമില്ല. അപ്പം ഓരോ ക്ലാസ്സും നമ്മൾ കഴിയുന്തോറും നമ്മൾ എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വളർന്നില്ല എങ്കിൽ നമ്മൾ വളർച്ച മുരടിച്ചവരായി മന്ദബുദ്ധികൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയാകും എന്ന് നമ്മളെ ഈ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അറിയുന്നതിലൂടെയും പിന്തുടരുന്നതിലൂടെയും കർത്താവിനോടൊപ്പമുള്ള തൻ്റെ നടത്തത്തിൽ മോശെ എങ്ങനെ വളർന്നു എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഇവിടെ സമാഗമന കൂടാരം എന്നാണ് ഇതിൻ്റെ തലവാചകം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷന് വക നൽകുന്നുണ്ട്. ഈ സമാഗമന കൂടാരം ദൈവം പറഞ്ഞ മാതൃക പ്രകാരം പിന്നീട് അവർ നിർമ്മിക്കാനിരിക്കുന്ന സമാഗമന കൂടാരം അല്ല എന്നുള്ളതാണ്. അത് പാളയത്തിന് നടുവിലാണ്, ഇത് പാളയത്തിന് പുറത്താണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പുറപ്പാട് 33:7 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ മോശെ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഇത് പാളയത്തിന് നടുവിൽ അല്ല. സോ ദൂരത്ത് അടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. ഇംഗ്ലീഷിന് ഇതിന് പറയുന്നത് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്. അതായത് ദൈവവുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക സ്ഥലം അവിടെ നിയോഗിക്കുകയാണ്. ഒരു പ്രത്യേകിച്ചൊരു കൂടാരം ഇവിടെ മോശെ അവിടെ നിർമ്മിക്കുകയാണ്. ആ കൂടാരത്തിനുള്ളിലാണ് മോശെ എത്ര പ്രാവശ്യം അവിടെ കടന്നു ചെന്നു എന്ന് നമുക്ക് ഇവിടെ പറയുന്നില്ല. പക്ഷേ അനവധി പ്രാവശ്യം മോശെ ഈ കൂടാരത്തിലേക്ക് കടന്നു ചെന്നതായിട്ടും മോശെ ഈ കൂടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം മേഘസ്തംഭത്തിൽ ആ വാതിൽക്കൽ നിൽക്കുന്നത് ജനം മുഴുവൻ കണ്ടതായിട്ടും അവരൊക്കെയും അവരുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ നമസ്കരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ മോശെ അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താൻ്റെ കൂടാര വാതിൽക്കൽ നിന്നു.
മോശെ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശെ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനം എല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവൻ്റെ ശുശ്രൂഷക്കാരായ സോ ഇവിടെ പറയുന്നു, ദൈവം ഒരു സ്നേഹിതനോട് മുഖാമുഖമായി സംസാരിക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്തു? ദൈവം മോശയുമായിട്ട് സംസാരിച്ചു എന്ന് ജനം കാണുകയാണ്. നമുക്കറിയാം ദൈവത്തെ ആരും കണ്ടിട്ടില്ല. സോ ഇവിടെ ഫേസ് ടു ഫേസ്, മുഖാമുഖമായി, അഭിമുഖമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആ പ്രസൻസ് ആണ്. ദൈവം അത്ര മോശയോട് അടുത്ത് ഇടപഴകി എന്നുള്ളതാണ്. ഒരിക്കലും ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട ഒരു വ്യക്തിക്കും ജീവനോടെ അവശേഷിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് സമാഗമന കൂടാരം അല്ലെങ്കിൽ സാങ്ച്വറിയുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ആവാനായിട്ട് പാടില്ല. ഇവിടെയാണ് മോശെ ദൈവവുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും ഒരു സുഹൃത്തിനോട് എന്ന പോലെ, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ മോശെ ദൈവത്തോട് സംസാരിച്ചു, അല്ലെങ്കിൽ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ വർക്ക് സ്പേസിലോ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ ഒരിടമുണ്ടോ? ഞാൻ പലപ്പോഴായിട്ട് ഇപ്പോൾ മാസങ്ങളിൽ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ദൈവം സഹായിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്നു. അപ്പോഴെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, അവിടെ ഒരു ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ട്. ബേബി കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന റൂമുണ്ട്. അതിൻ്റെ അവിടെ അടുത്തായിട്ട് തന്നെ വേറൊരു റൂമുണ്ട്, പ്രെയർ റൂം അല്ലേ. അത് മൾട്ടി റിലീജിയൻ എന്നാണ് പറയുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. സോ അവിടെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ പോലും ഒരു പ്രത്യേക സ്ഥലം അവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സ്ഥലം, നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഹിന്ദുക്കൾ പൂജാ റൂം ഉണ്ടാക്കും, അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഒരു സ്ഥലം പ്രത്യേകിച്ച് അലോട്ട് ചെയ്യും. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിലിരിക്കുന്ന പലരും അങ്ങനെ ഒരു സ്ഥലം പ്രത്യേകിച്ച് അലോട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കൊരു പ്രത്യേക സ്ഥലം ദൈവത്തെ ആരാധിക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ, ബൈബിൾ വായിക്കാൻ ഒരു പ്രത്യേക സ്ഥലം നമുക്കുള്ളത് വളരെ അനുഗ്രഹപ്രദമായൊരു ഫീലിംഗ് ആണ്. കാരണം നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥന ആവട്ടെ, വൈകുന്നേരത്തെ പ്രാർത്ഥന ആവട്ടെ, അതും നമുക്ക് വേണമെങ്കിൽ ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറയാം. സോ എത്ര പേർക്ക് അങ്ങനെ പേഴ്സണൽ റൂം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ടോയ്ലറ്റാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ പ്രാർത്ഥനകൾ ഞാൻ ചെയ്തിട്ടുള്ളതും, ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ദൈവം സംസാരിച്ചിട്ടുള്ളതും മിക്കവാറും ടോയ്ലറ്റിലാണ്. നിങ്ങൾ വിചാരിക്കാൻ വൃത്തിഹീനമായ സ്ഥലം, പക്ഷേ എവിടെയായിരുന്നാലും ദൈവം നമ്മളോട് ഇടപെടാൻ ദൈവത്തിന് പ്രത്യേക സ്ഥലത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്? ഒരു പ്രത്യേക സ്ഥലം, നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഇടപെടുന്ന, ദൈവം സംസാരിക്കുന്ന, അല്ലെ, അബ്രഹാം ദൈവവുമായിട്ട് ഇടപെട്ടിരുന്ന, ദൈവം അതേ സ്ഥലത്തേക്ക് അബ്രഹാം വീണ്ടും ഓടിച്ചെല്ലുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു സീക്രട്ട് പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഫോർ മീറ്റിംഗ് ഗോഡ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സോ പുറപ്പാട് 19:34 അല്ലെങ്കിൽ 4 തോന്നുന്നു. സോ ഇവിടെ വിശേഷമായിട്ട് ഈ ജനതയെക്കുറിച്ചും ദൈവം എങ്ങനെയാണ് മോശയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു പഠനമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും മോശെ ആ അറിവിൽ മോശെ ഇങ്ങനെ വളർന്നു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവവും മോശയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അത് ക്രമേണ ശക്തമായി തീർന്നത് എന്നുള്ള ചില ഇൻസിഡൻസ് നമുക്കിവിടെ നോക്കാം. ഇയ്യോബും ഉൽപ്പത്തി പുസ്തകവും, അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും ശരിക്കും മോശെ എഴുതുന്നത് ഈ 40 വർഷം, അല്ലെങ്കിൽ മിസ്രൈം ദേശത്ത് 40 വർഷം ചെലവിട്ടു. അവിടുന്ന് ഒരു കൊലപാതകം ചെയ്ത ശേഷം മിദ്യാൻ ദേശത്തേക്ക് കടന്നു പോകുന്നു. ആ മിദ്യാൻ ദേശത്ത് വീണ്ടും 40 വർഷം
മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു വിജനമായ പ്രദേശങ്ങളിലൂടെ ആടുകളെ മേയിച്ചുകൊണ്ട്, തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ മോശെ വെറുതെ അല്ല നടന്നത്. അവിടെ ദൈവത്തിന് മോശയെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോഴും ദൈവത്തോട് മോശെ ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ ഇയ്യോബ് പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും ഒക്കെ ദൈവം മോശയെ കൊണ്ട് എഴുതിപ്പിച്ചത് ഈ കാലയളവിലായിരുന്നു എന്നുള്ളത് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുകയാണ്. സോ ദൈവം മോശയെ അതിനായിട്ട് പ്രചോദിപ്പിക്കുകയാണ്. ഇയ്യോബ് പുസ്തകമാണ് ബൈബിളിലെ ഏറ്റവും പഴയ പുസ്തകം, ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതും. സോ ഇയ്യോബും ഉൽപ്പത്തിയും ദൈവം എഴുതാനായിട്ട് മോശയെ പ്രേരിപ്പിക്കുകയാണ്. പിന്നെ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം എന്ത് ചെയ്യാണ്, മോശയോട് വെളിപ്പെട്ട് അല്ലെങ്കിൽ യഹോവ എന്ന നാമത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മിസ്രയീം ദേവന്മാരെ ദൈവം എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന ആ പാഠത്തിലൂടെ മോശെ വളർന്നു. പിന്നെ നമുക്ക് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ എങ്ങനെയാണ് ദൈവം ചെങ്കടലിനെ വിഭജിച്ചത്, അതും സ്വന്തം തൻ്റെ കൈകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന ആ കോലുകൊണ്ട് ദൈവം അനവധിയായ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മോശയെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവം ഇസ്രായേലിനെ സീനായിലേക്ക് എങ്ങനെയാണ് നയിച്ചത്, ആ അത്ഭുതകരമായ ആ മഹത്തായ അല്ലെങ്കിൽ ബലമുള്ള ഭുജം കൊണ്ട് ദൈവം എങ്ങനെയാണ് അവരെ വിടുവിച്ചത്, ശത്രുക്കളിൽ നിന്നും എങ്ങനെയാണ് ദൈവം അവരെ വിടുവിച്ചത് എന്നൊക്കെയുള്ള പാഠങ്ങൾ അവിടെ മോശയെ പഠിക്കുകയുണ്ടായി. സോ 40 ദിവസം അല്ലെ, 2 പ്രാവശ്യമാണ് ഏകദേശം 40 രാവും പകലും ദൈവത്തോടൊപ്പം മോശെ ആ മലമുകളിൽ ആയിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സോ അവരുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അനുദിനം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവർത്തന പുസ്തകം 34:5, യോശുവ 1:1 നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു, യഹോവയുടെ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസൻ എന്നൊക്കെ മോശയെ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ആവർത്തന പുസ്തകം 18:15, 18 ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് മോശയെ ഇവിടെ വീണ്ടും വീണ്ടും ദൈവം പറയുകയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ മോശയിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് പഠിക്കാനായിട്ടുള്ളത്? സോ നമ്മെ മാറ്റാൻ അല്ലെങ്കിൽ ദൈവത്തെ അനുവദിക്കുമ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മോശയുടെ അസാധാരണമായ ജീവിതകഥ നമ്മോട് പറയും. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലെ ചില വഴിത്തിരിവുകൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ വന്നിരിക്കാം. സോ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലെ ശക്തമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ള ചില സന്ദർഭങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മളെ ഓരോ അവസരങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഭാഗമാണ്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. എനിക്ക് നിങ്ങളെ അറിയാൻ കഴിയേണ്ടതിന് അല്ലെങ്കിൽ ദൈവത്തെ കൂടുതൽ നന്നായി അറിയുന്നു എന്നുള്ള ഭാഗമാണ്. സോ പുറപ്പാട് 33:12 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. എന്താണ് അറിയുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദാം ഹവ്വയുടെ കാര്യം നോക്കുമ്പോൾ ആദാം ഹവ്വയെ അറിഞ്ഞു, ഹവ്വ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ അറിയുക എന്ന് പറയുന്നതും എനിക്ക് ദൈവത്തെ അറിയാം അല്ലേ, ദൈവം യഹോവ എനിക്കറിയാം, സാത്താനും അറിയാമല്ലോ, സാത്താനും ദൈവത്തെ അറിയാം. സോ സാത്താൻ ദൈവത്തെ അറിയുന്നത് പോലെയാണോ നമ്മൾ ദൈവത്തെ അറിയേണ്ടത്? സോ ദൈവത്തെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നോയിങ് ഗോഡ് ഓർ ദ നോളജ് ഓഫ് ഗോഡ്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് അറിയുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ എന്താണ് ആ ഒരു ആഴത്തിൽ ഇറങ്ങി ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തെ സ്നേഹത്തെ തിരിച്ചറിയുക എന്നുള്ള നമുക്ക് പാഠഭാഗത്തിലൂടെ പറയുന്നുണ്ട്. മോശയ്ക്ക് ശരിക്കും ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുന്തോറും അവനെ അറിയുന്നില്ല എന്നാണ് മോശ കണ്ടെത്തിയത്. കാരണം നമ്മൾ കൂടുതൽ ഇറങ്ങി ചെല്ലുന്തോറും ഇനിയും നമ്മൾ എന്താണ് ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ടാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അല്ലെ ആഴവും വീതിയും നമുക്ക് തിരിച്ചറിയാൻ, അതിൻ്റെ ഉയരം, അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. സോ നമ്മളെപ്പോഴും അങ്ങനെ പഠിക്കുന്ന ഒരു കുഞ്ഞുങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റാണ്, ദൈവത്തിൻ്റെ ഈ വലിയൊരു സർവകലാശാലയിലെ ഒരു സ്റ്റുഡൻ്റാണ്, നമ്മളൊരു റിസർച്ച് സ്കോളറാണ് നമ്മൾ ഓരോരുത്തരും. സോ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തീരുന്ന ഒരു പ്രോസസ്സ് അല്ല. സോ ഇവിടെ അതുകൊണ്ടാണ് മോശ പറയുന്നത് കൂടുതൽ അറിയുന്തോറും
തോറും മോശയ്ക്ക് എന്താണോ എനിക്കൊന്നും അറിയുന്നില്ല, ദൈവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നൊരു ഫീലിംഗ് ഇവിടെ മോശയ്ക്ക് ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ കർത്താവിൽ മോശയുടെ വളർച്ച എന്ന് പറയുന്നത് സ്ഥിരമായിരുന്നു. അവൻ കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയും ദൈവത്തിൻ്റെ സ്വരൂപത്തെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ സ്വരൂപം എന്നാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ആ സൽഗുണമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആ സദൃശ്യം എന്ന് പറയുന്നത്. സോ ഇവിടെ പുറപ്പാട് 33:13 ഇങ്ങനെ പറയുന്നു, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അല്ലേ, മോശയ്ക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാമായിരുന്നു. മോശയ്ക്ക് അവിടെ ദൈവത്തോട് നമുക്കാണ് ഒരു അവസരം കിട്ടിയെങ്കിൽ നമ്മൾ എന്തൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ മോശയുടെ വേറെ ഒന്നുമല്ല ചോദിച്ചത്, എനിക്ക് നിന്നെ അറിഞ്ഞാൽ മതി, നിന്റെ മഹത്വം എനിക്കൊന്ന് കണ്ടാൽ മതി എന്നാണ് മോശ ഇവിടെ പറയുന്നത്. പിന്നെ നമുക്കറിയാം ദൈവം മോശയോട് സംസാരിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് പോലെ മോശ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, ദൈവം അതിന് മറുപടി പറയുന്നു. അങ്ങനെ വളരെ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ എങ്ങനെയാണ് മോശ ദൈവത്തോട് ഇടപെട്ടത് എന്നാണ് നമ്മൾ ഈ ഭാഗത്തിലൂടെ കാണുന്നത്. സോ ദൈവം അവിടെ എന്താണ് സംസാരിക്കുകയാണ് മോശയോട്, നീ എൻ്റെ സുഹൃത്താണ്, നിനക്ക് എൻ്റെ അനുഗ്രഹം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ മോശ അവിടെ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, അങ്ങനെ ഞാൻ നിന്നെ കൂടുതലായിട്ട് അറിയാൻ ഇടയാകട്ടെ എന്നിവിടെ മോശ പറയാണ്. സോ അപ്പോൾ ദൈവം പറയാണ്, നിൻ്റെ കൂടെ ആര് വരുന്നു നീ നോക്കേണ്ട കാര്യമില്ല, എൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ 13 നമുക്ക് ഒരിക്കലും വായിക്കുമ്പോൾ, ഈ ജാതി നിൻ്റെ ജനം എന്ന് ഓർക്കണമേ. അതിന് ദൈവം പറയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവനോട്, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഇത്രത്തോളം ദൈവം ഒരു കാര്യം പറയുന്നു, തിരിച്ച് മോശ പറയുന്നു, വീണ്ടും ദൈവം പറയുന്നു. ഈ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അബ്രഹാമും ദൈവവുമായിട്ടുള്ള ആ സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവവുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായി. അതുപോലെ ഒരു കോൺവെർസേഷനാണ് ഇവിടെ മോശയും ദൈവവുമായിട്ട് ഇവിടെ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അല്ലേ, അപ്പം ദൈവം ആ മേഘസ്തംഭമായിട്ടും അഗ്നി തൂണായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ അവസരത്തിൽ ദൈവം പറയാം, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് മോശയ്ക്ക് വളരെയധികം സങ്കടം ഉണ്ടാകുന്നത്. വീണ്ടും വീണ്ടും മോശ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നില്ല എന്നൊക്കെ ഇവിടെ മോശ പറയാണ്. നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു. അപ്പോൾ മോശ മാത്രമല്ല ദൈവത്തെ അടുത്തറിഞ്ഞത്, ദൈവം മോശയെയും അടുത്ത് അറിയുന്ന ഒരു സാഹചര്യം. എത്രത്തോളം നമുക്കിതിൽ നിന്നും പാഠം ഗ്രഹിക്കാനായിട്ട് സാധിക്കും? നമുക്ക് അങ്ങനെ ഒരു ബന്ധം ദൈവത്തോടൊപ്പം ഉണ്ടോ? ഒരു സ്നേഹിതൻ എന്ന നിലയിൽ, അല്ലെ, ആദാമിനെയും ഹവ്വയുടെയും കൂടെ ആ സായാഹ്നത്തിൽ, ആ ഉദ്യാനത്തിൽ ദൈവം എന്താണ് അവരോടുകൂടെ നടന്നതുപോലെ, ആ ഹാനോക്ക് എങ്ങനെയാണോ ദൈവത്തോടുകൂടെ നടന്നതുപോലെ നമുക്ക് അങ്ങനെ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടോ? ഇത്രയും അടുത്ത് ദൈവം നമ്മളെ അറിയുന്നുണ്ടോ? നാം ദൈവത്തെ ഇത്രത്തോളം അടുത്ത് അറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മോശ ദൈവത്തോടൊപ്പം 40 രാവും പകലും അവിടെ ചെലവഴിച്ചതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. എന്തിനായിട്ടായിരുന്നു? 10 കൽപ്പനകളും അതുപോലെ തന്നെ വിശുദ്ധ മന്ദിരം, സമാഗമന കൂടാരം പണിയുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും സ്വീകരിക്കാനായിട്ടാണ് മോശ അവിടെ ആയിരുന്നത്. സോ ഇപ്പോൾ വീണ്ടും ദൈവം മുമ്പാകെ ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് അവിടെ മോശ കടന്നു പോവുകയാണ്. ശരിക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു എങ്ങനെയാണോ പാപികൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിരുന്നത്, അത് മധ്യസ്ഥത വഹിക്കാനായി ഉള്ളതോ അതിന് പ്രതിനിധീകരിച്ചുകൊണ്ട് മോശ ഈ പാപികളായ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പുറപ്പാട് 33:13 നമ്മൾ വായിക്കുന്നത് ഏതർത്ഥത്തിലാണ് അവനെ അറിയേണ്ടത്? അപ്പം നമ്മൾ ഏതർത്ഥത്തിലാണ് ദൈവത്തെ അറിയേണ്ടത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. സോ സ്വയം ഒരു മനുഷ്യനായതിനേക്കാൾ ദൈവം യേശുക്രിസ്തു തൻ്റെ ദൈവീകത്വം അവിടെ ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ ഇവിടെ വന്നതിൽ പരം ഒരു മാതൃക നമുക്ക് ഇനി കാണാനായിട്ടുണ്ടോ എന്നാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്.
ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, ദയവായി നിന്റെ മഹത്വം എനിക്ക് കാണിച്ച് തരണമേ എന്ന മോശയുടെ വാഞ്ച അല്ലെങ്കിൽ മോശയുടെ ഒരു ചോദ്യമാണ് ദൈവത്തോട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പുറപ്പാട് 3:6 ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ ഭയപ്പെട്ട് മുഖം മൂടിക്കളഞ്ഞ അതേ മോശയാണ് ഇവിടെ ചോദിക്കുന്നത്, നിന്റെ മഹത്വം എനിക്ക് കാണിച്ച് തരണമേ എന്ന്. സോ ഈ സംഭവം എന്ന് പറയുന്നത് സ്വർണ്ണ കാളക്കുട്ടി അവർ നിർമ്മിക്കുകയും വിശ്വാസത്യാഗത്തിലൊക്കെ ആയ ശേഷം ദൈവം അവരെ തുടർന്നും വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമെന്ന് ഒരു ഉറപ്പും ഇല്ലാതിരിക്കെ വീണ്ടും മോശ ദൈവജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും തൻ്റെ ഉള്ളിലുള്ള ഏറ്റവും അതിയായ ആ ആഗ്രഹം മോശ അവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. സോ ദൈവത്തോട് ചോദിക്കുകയാണ്, നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്നത്. എന്താണ് ഈ ദൈവത്തിൻ്റെ മഹത്വം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ടുള്ളത്? സോ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ്റെ നന്മയാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ന് നമുക്ക് ഈ പാഠത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ 33:18 മുതൽ 23 വരെ നമുക്ക് വായിക്കുമ്പോൾ ദൈവം അതിനെന്താണ് മറുപടി നൽകിയത് എന്ന് കാണാം. സോ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കുമെന്ന് അരുളി ചെയ്തു. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ദൈവം അവിടെ ചെയ്യുന്നത്? ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. വളരെ നമുക്ക് ഏവർക്കും അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും രോമാഞ്ചമുണ്ടാകുന്ന ഒരു സമയമാണത്. ദൈവം എന്ത് ചെയ്യാണ്? മോശയെ ഒരു പാറയുടെ പിളർപ്പിലാക്കി തൻ്റെ കരം കൊണ്ട് മോശയുടെ മുഖം മൂടി, അല്ലെങ്കിൽ ദൈവം കടന്നു പോയ ശേഷം ആ കൈ മാറ്റുകയും ദൈവത്തിൻ്റെ പുറം ഭാഗം കാണാനായിട്ട് മോശയ്ക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് മോശ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ദൈവത്തിൻ്റെ ആ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്വഭാവം ദൈവം അവിടെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മൾ മനപാഠവാക്യത്തിൽ വായിച്ചതുപോലെ ഇവിടെ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, കർത്താവായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ എന്ന് ഇവിടെ നമ്മൾ മനപ്പാഠവാക്യത്തിൽ നിന്നും വായിക്കുകയാണ്. സോ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദർശിക്കേണ്ടത്? സോ ഇവിടെ മോശ ചോദിച്ചതുപോലെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കാണിക്കണമേ, ദൈവത്തിൻ്റെ സ്വഭാവം എന്നിലായി തീരണമേ, അങ്ങയുടെ തേജസ് എന്നിൽ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവം മറുപടി പറഞ്ഞു, എൻ്റെ നന്മ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താണ് ദൈവത്തിൻ്റെ നന്മ? ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവമാണ്. അതേ സ്വഭാവത്തിലാണ് യേശു ക്രിസ്തു നന്മ ചെയ്യുന്നവനായിട്ട് എല്ലായിടവും നടന്ന് അസുഖം ബാധിച്ചവരെയും കഷ്ടത്തിലായിരുന്നവരൊക്കെ സഹായിക്കാൻ യേശു ക്രിസ്തു എങ്ങനെയാണോ ചുറ്റി നടന്നത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മക്കളെ ശാക്തീകരിക്കുന്നതിലും അനുതപിക്കുന്ന പാപികളെ ആശ്ലേഷിക്കുന്നതിലും അവരുടെ പരിവർത്തനത്തിന് ആവശ്യമായതെല്ലാം നൽകുന്നതിലും ആണ് ദൈവത്തിൻ്റെ ആ ഒരു കരുണയും സ്നേഹവും ഇരിക്കുന്നത് എന്ന് മിസ്സസ് വൈറ്റ് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. സോ അങ്ങനെ നമ്മുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുക എന്നതാണ്. സോ ഇവിടെ മഹത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 3:18 നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സോ നമ്മളെല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്
നമ്മൾ രൂപാന്തരം പ്രാപിച്ച് വളർച്ചയുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആ ഒരു മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാക്കുവാൻ നമ്മുടെ ഈ ദൈവത്തിൽ നിന്നുണ്ടായ ഈ മഹത്വം അത് സാധിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് റോമർ 2:4 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നിവിടെ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് വീണ്ടും 6:4 പരിശോധിക്കുമ്പോൾ, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നിവിടെ പറയുകയാണ്. സോ നമുക്ക് വരേണ്ട ആ വളർച്ച, ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവത്തിൻ്റെ ആ മഹിമയിൽ നമ്മൾ കൂടുതലായിട്ട് വളരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും അവൻ്റെ നന്മയുടെയും ദയയുടെയും ആർദ്രമായ സ്നേഹത്തിൻ്റെയും പ്രതിഫലനം നമ്മുടെ പ്രവൃത്തികളിൽ കാണണം. അങ്ങനെ വെറുതെ കണ്ടാൽ മാത്രം പോരാ, ഈ വിധത്തിൽ ലോകത്തിന് ഒരു അനുഗ്രഹം മാത്രമല്ല, കാണുന്ന പ്രപഞ്ചത്തിന് ഒരു പ്രകാശമാകാനുള്ള ഒരു അവസരവും നമുക്കുണ്ട്. സോ പൗലോസ് പ്രസ്താവിക്കുന്നത് പോലെ, ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തു കാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് 1 കൊരിന്ത്യർ 4:9 ഇങ്ങനെ പറയുന്നു. സോ ഈ പ്രപഞ്ചമാകമാനം നമ്മുടെ ജീവിതത്തിനും സേവനത്തിനും നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ഒരു അർത്ഥവും ലക്ഷ്യവും നൽകുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ കുരിശിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അത് നിങ്ങളോട് പറയുന്ന കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നാണ് നമ്മളോടുള്ള ചോദ്യം. സോ ഇവിടെ മോശ എത്ര പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്നത്? 40 രാവും പകലും 2 പ്രാവശ്യം, ഏകദേശം 80 ദിവസത്തോളം രാവും പകലും ഉപവാസത്തോടെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ അവിടെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. സോ നമ്മൾ എത്രത്തോളം ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളുടെ ഉള്ളിലാവാനും തന്മൂലം മറ്റൊരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാക്കുവാനും നമ്മൾ എത്രത്തോളം ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നു, പഠിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പാഠഭാഗം നമ്മളോട് ചോദിക്കുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ, അതായത് ദൈവം എങ്ങനെയാണ് മോശയെ, ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. 34-ാമത്തെ അധ്യായമാണ്. പുറപ്പാട് 1 മുതൽ 28 വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ ഇവിടെ 7 പ്രാവശ്യം, ഏകദേശം 7 പ്രാവശ്യമാണ് മോശെ സീനായ് മലയിലേക്ക് കയറി ചെല്ലുവാൻ ഇടയായത്. സോ ഒന്നാമത്തെ സന്ദർഭം നമ്മൾ പരിശോധിക്കുമ്പോൾ പുറപ്പാട് 19-ന്റെ 3 മുതൽ 7 വരെ നമ്മൾ പരിശോധിച്ചാൽ, ഉടമ്പടിയുടെ ആ അടിസ്ഥാനം അല്ലെങ്കിൽ ഉടമ്പടി ആദ്യമായിട്ട് ദൈവത്തിൽ നിന്നും 10 കൽപ്പനകൾ ഏറ്റുവാങ്ങാനായിട്ട് മോശെ കടന്നു ചെല്ലുന്നു. രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യാണ്? സീനായിൽ ആ ദൈവ ദർശനത്തെക്കുറിച്ച് ജനങ്ങളുടെ ആ പ്രതികരണത്തെ അറിയിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും പുറപ്പാട് 19-ൽ 8 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ രണ്ടാമത് കടന്നു ചെന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്രാവശ്യം പുറപ്പാട് 19-ന്റെ 20 മുതൽ 25 വരെ നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും, പിന്നെ 20-ന്റെ 21-ഉം 24-ന്റെ 3-ഉം വായിക്കുമ്പോൾ വീണ്ടും എന്താണ് കൂടുതൽ നിയമങ്ങൾ സ്വീകരിക്കാനും, ഇങ്ങനെ നമ്മൾ 7 പ്രാവശ്യം ആണ് ഏകദേശം സിനായ് മലയിലേക്ക് കടന്നു ചെന്നതെന്ന് നമുക്കൊരു 8-ാമത്തെ പ്രാവശ്യം കൂടെ ആവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാലും 7 പ്രാവശ്യമാണ് നമ്മൾ ഈ ഭാഗത്തിൽ മോശെ മലയിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ ദൈവം എങ്ങനെയാണ് മോശയോട് ഇടപെട്ടത്? ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 10 കൽപ്പനകളും വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയും എന്താണ് ദൈവം മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ സ്വർണ്ണ കാളക്കുട്ടിയുടെ ആ പാപത്തിന് പരിഹാരമായിട്ട് മധ്യസ്ഥത വഹിക്കാനായിട്ട് മോശ കടന്നു ചെല്ലുന്നു. 7-ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് ദൈവം അവന് തൻ്റെ മഹത്വം കാണിക്കാനും 10 കൽപ്പനകളുള്ള പുതിയ പലകകൾ സ്വീകരിക്കാനും വേണ്ടിയാണ് മോശ അവിടെ കടന്നു ചെല്ലുന്നത്. പക്ഷെ 7-ാമത്തെ പ്രാവശ്യം നമ്മൾ അടുത്തുള്ള പാഠത്തിൽ പഠിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ തേജസ്സിനെ കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കുവാൻ മോശ അഭ്യർത്ഥിക്കുകയും ഈ പ്രാവശ്യം മോശ മടങ്ങി വരുമ്പോൾ
പഴയ മോശെ ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദൈവമഹത്വത്തിൻ്റെ ദർശനം ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സ്വയം പ്രഖ്യാപനമായിരുന്നു എന്ന് നമുക്ക് പുറപ്പാട് 34:6 മുതൽ 7 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദൈവസ്നേഹത്തിൻ്റെ ഈ നേർക്കാഴ്ചയിൽ മോശെ ദൈവത്തെ അവിടെ എന്ത് ചെയ്യാണ്, കുമ്പിട്ട് നമസ്കരിക്കാൻ, ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ 1 യോഹന്നാൻ 4:19 ഇങ്ങനെ പറയുന്നു. 1 യോഹന്നാൻ 4:19 നമുക്ക് വായിക്കുമ്പോൾ, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. സോ ദൈവം ആണ് നമ്മെ ആദ്യം സ്നേഹിച്ചത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ പുറപ്പാട് 34:8 എന്താണ് അവിടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്? 34:8 ഇങ്ങനെ പറയുന്നു, എന്നാറെ മോശെ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, കർത്താവെ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ എന്നിവിടെ മോശെ അവിടെ കുമ്പിട്ട് വണങ്ങുന്നതാണ്. ഒടുവിൽ ദൈവം ഇസ്രായേലുമായുള്ള തൻ്റെ ഉടമ്പടി വീണ്ടും ഉറപ്പിക്കുകയും എന്താണ് ആ കാളക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പാപം ദൈവം അവിടെ ക്ഷമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ മോശ ഇവിടെ ചെയ്യുന്നതായ ആ ഒരു പ്രവൃത്തി അല്ലെ ആ ഒരു മധ്യസ്ഥതയാണ് നമുക്ക് യേശു ക്രിസ്തുവും നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇവിടെ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ഭൂമിയിലോ ഒരു ജാതിയിലോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ എല്ലാ ജനത്തിനും മുമ്പാകെ ചെയ്യും. നീ സഹവസിക്കുന്ന ജനമൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭയങ്കരമായുള്ളൊരു കാര്യമാണ് എന്ന് ദൈവം ഇവിടെ പുറപ്പാട് 34:10 പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ദൈവം എങ്ങനെയാണ് തന്നെത്താൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് ചില വേദപുസ്തകങ്ങൾ ഭാഗങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്ന അതേപോലെ അല്ലെങ്കിൽ നമ്മൾ മനപ്പാഠ വാക്യത്തിൽ വായിച്ച അതിൻ പ്രകാരം തന്നെ നമുക്ക് വീണ്ടും തുടർന്ന് ഈ ഭാഗങ്ങളിലൊക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 14:18 നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്നു, കർത്താവെ ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ, നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ എന്ന് മോശെ അവിടെ ദൈവത്തോട് അപേക്ഷിക്കണം. നെഹേമിയ 9:17 നമ്മൾ വരുമ്പോൾ, അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു, നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുഷാഠ്യം കാണിച്ചു, തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ ദൈവം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്കവിടെ കാണാം. ഇനി സങ്കീർത്തനം 103:8 നമ്മൾ പരിശോധിക്കുമ്പോഴും, യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ഇനി നമുക്ക് യോനയുടെ പുസ്തകത്തിൽ 4:2 വരുമ്പോൾ യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണിത്. 4:2 നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന്. സോ ഇവിടെ ഒക്കെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. സോ ദൈവമക്കൾ എന്ന് അഹങ്കരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടാകേണ്ടത് എത്ര ആവശ്യമാണ് എന്ന് നമുക്ക് ഈ ഭാഗത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. കാരണം ദൈവമാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്, നമ്മളല്ല. സോ ഇവിടെ അവസാന ഭാഗത്ത് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, എന്നാലും ഇസ്രായേലിയർ തങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കാൻ ദൈവത്തെ അനുസരിക്കുകയും വ്യക്തമായ 10 പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യണമായിരുന്നു. അല്ല, ഒരു കണ്ടീഷൻസ് അപ്ലൈ. ഇതിനകം ലംഘിക്കപ്പെട്ട ആ ഉടമ്പടിയുടെ ഉള്ളടക്കം എഴുതാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് പുറപ്പാട് 34:27-28 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ദൈവം അവരുടെ ആ ഒരു അനുസരണക്കേടിലും ദൈവത്തിനോട് അവർ ഓരോ പ്രാവശ്യവും ദൈവത്തെ അവർ വീണ്ടും വീണ്ടും കോപിച്ചപ്പോഴും ദൈവം വീണ്ടും വീണ്ടും അവരോട് ക്ഷമിക്കുകയും അവരെ വീണ്ടും ദൈവം ജാതികളുടെ ഇടയിൽ വലിയൊരു മഹാജനം അല്ല ദൈവത്തിൻ്റെ വിശേഷ ജനമാക്കി തീർക്കും എന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ തന്നെ ദൈവം അവിടെ ഉറച്ചു നിന്നതായിട്ട് നമുക്കവിടെ കാണാം. ഇവിടെ ഒക്കെയും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സ്നേഹവാനായ ആ ദൈവത്തെക്കുറിച്ചാണ് നമുക്കവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നതായ അതേ ദൈവത്തെയാണ്
നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യോഹന്നാൻ 17:3 പറയുന്നുണ്ട്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിക്കുകയുണ്ടായി. സോ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ ആയിത്തീരുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നത്. യേശു ക്രിസ്തു വരാൻ താമസിക്കുന്നത് ദൈവത്തിൻ്റെ കാരണമല്ല, ഇത് നമ്മുടെ തന്നെ കാരണമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ തേജസ്സിലേക്ക് നമ്മൾ വളരുന്നില്ല, നമ്മൾ ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുന്നില്ല, ദൈവത്തിൻ്റെ തേജസ് നമ്മളിലേക്ക് വരുന്നില്ല. ആ കണ്ണാടിയിൽ മുഖാമുഖമായി ദർശിക്കുമ്പോൾ നിൽക്കുന്നത് ക്രിസ്തുവല്ല, പക്ഷേയോ ഞാൻ തന്നെയാണ്, എൻ്റെ മുഖം തന്നെയാണ് ഇപ്പോഴും പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വരുവാൻ ഇപ്പോഴും താമസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശയുടെ തിളങ്ങുന്ന മുഖം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ ആ മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവം, അല്ലെ, ദൈവം മോശയുടെ മുൻപാകെ അതൊക്കെയും അവിടെ ദൈവം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. സോ ദൈവത്തിൻ്റെ ആ സ്നേഹം, അല്ലെ, മഹാദയ, കരുണ, ക്ഷമ എല്ലാം ദൈവം അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മോശ ഇവിടെ 34-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 35 വരെ നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകദേശം 7 പ്രാവശ്യം കടന്നു ചെന്നു. പക്ഷെ അല്ലെങ്കിൽ 6 പ്രാവശ്യം ഇതിനു മുന്നേ കടന്നു ചെന്നു. പക്ഷെ അതിലൊക്കെയും വിപരീതമായിട്ട് ഈ പ്രാവശ്യം മോശ കടന്നു ചെന്ന് തിരികെ വരുമ്പോൾ ആ ജനം ദർശിച്ചതായ ഒരു കാര്യം എന്ന് പറയുന്നത്, മോശയുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നതായിട്ടാണ് ഈ ജനം ദർശിക്കുന്നത്. ശരിക്കും മോശ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 29 നമുക്ക് വായിക്കാം. 29 ഇങ്ങനെ പറഞ്ഞു, അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല തൻ്റെ മുഖം ഇത്രത്തോളം പ്രകാശിക്കുന്നുണ്ട് എന്ന്. നമ്മുടെ മുഖം എത്രത്തോളം പ്രകാശിക്കുന്നുണ്ട്? എന്തുകൊണ്ടായിരിക്കാം അത് പ്രകാശിക്കാത്തത്? ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മിഷണറി, അതായത് സെൻറ്റ് സേവിയർ എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ഒരു പച്ചക്കറി വിൽക്കുന്ന ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, താങ്കൾ എന്ത് ക്രീമാണ് അല്ലെങ്കിൽ താങ്കൾ മുഖത്ത് എന്താണ് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നതിന് കാരണം ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരുടെ മുഖം ഒരുപോലെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ ഏത് തരം ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ മുഖമെല്ലാം ഒരുപോലെ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ ജിജ്ഞാസയോടെ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് ക്രിസ്തു എന്ന നീതി സൂര്യൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ആ ബന്ധവും നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ആരുടെ കൂടെയാണോ വസിക്കുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും പ്രതിഫലിപ്പിക്കും എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുണ്ടായത്. അതായത് ചന്ദ്രന് സ്വന്തമായിട്ട് ഒരിക്കലും പ്രകാശിക്കാനായിട്ട് സാധിക്കുകയില്ല. ചന്ദ്രൻ എത്രത്തോളം സൂര്യനോട് കൂടെ സഞ്ചരിക്കുന്നുവോ അപ്പോൾ മാത്രമേ ചന്ദ്രന് പ്രകാശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരൊക്കെയും പണ്ട് എങ്ങനെയായിരുന്നു പിന്നീട് എന്തായി മാറി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാക്കോബും യോഹന്നാനും എന്ന് പറയുന്നത് ദൈവം തന്നെ അല്ലെങ്കിൽ ക്രിസ്തു തന്നെ അവരെ ഒരു പേരിട്ട് വിളിക്കുകയുണ്ടായി, ഇടിമക്കൾ എന്ന്. അത്രത്തോളം കോപിച്ചിരുന്ന വ്യക്തികൾ പിന്നീട് ദൈവത്തിൻ്റെ രക്തസാക്ഷികളായി മാറി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിൽ സ്വാഭാവിക മരണം ഭവിച്ചത് ഒരു യോഹന്നാനും മാത്രമായിരുന്നു. മറ്റുള്ളവരൊക്കെ ശിരച്ഛേദം ചെയ്തും പല തരത്തിലായിരുന്നു അവരെ ഓപ്പോസിറ്റായിട്ട് വിപരീതമായിട്ട് ക്രൂശിച്ച് പത്രോസിനെ കൊല്ലുകനെ പല തരത്തിൽ അവർ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളായി മാറുകയുണ്ടായി. എങ്ങനെയായിരുന്നു അവരുടെ ഈ മാറ്റം? എങ്ങനെ അവർ ഈ മാറ്റം അവർക്കുണ്ടായി? പൗലോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശൗലായിരുന്ന ആ വ്യക്തി പിന്നീട് എങ്ങനെ പൗലോസായി മാറി? 3 ദിവസത്തെ അന്ധത അദ്ദേഹത്തിന് പകരം കൊടുത്തത് യേശു ക്രിസ്തുവിൻ്റെ ആ തേജസ്സാണ്. തൻ്റെ ജീവിതത്തിൽ ആ 3 ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോശയുടെ ജീവിതത്തിൽ ഈ 40 വർഷം
അല്ലെ, ആട്ടിടയനായിട്ട് മോശെ ആ മരുഭൂമിയിലായിരുന്ന 40 വർഷം മോശയ്ക്ക് ആ കഴിഞ്ഞ മിസ്രൈം ദേശത്ത് താൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 40 വർഷം താൻ എന്തൊക്കെ പഠിച്ചിരുന്നു അതൊക്കെ മറക്കാനായിട്ട്, ടു ലേൺ ടു അൺലേൺ, എന്നിട്ട് ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് വളരുവാൻ മോശയെ അത് സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും എത്ര സമയം വേണം ഈ ദൈവത്തിൻ്റെ ഈ തേജസ്സിലേക്ക് കടന്നു വരുവാൻ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മുഖം എത്രത്തോളം തിളങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ ആ തേജസ്സിലാകുമ്പോൾ, അല്ലെ? എല്ലാ പ്രാവശ്യം മോശ കടന്നു ചെന്നപ്പോൾ മോശയുടെ മുഖം അങ്ങനെ പ്രകാശിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ എന്താണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, മോശ ദൈവത്തെ കൂടുതൽ നന്നായി അറിയുകയും അവരുടെ ആ സൗഹൃദം വളരെയധികം പക്വതയിലേക്ക് എത്തുകയും അവൻ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ആ മഹത്വത്തിൽ രൂപാന്തരപ്പെടുകയും ചെയ്തു. മത്തായി 17-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ വായിക്കുന്നത് 2 അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ഇവിടെ പറയാണ്, അല്ലേ, അവരുടെ മുഖം എങ്ങനെയായി? അവരുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവരുടെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നിവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മോശയ്ക്കും മോശയുടെ ത്വക്ക് അത് ജ്വലിക്കുന്നതായിട്ട് ജനം കണ്ടു. നമുക്ക് വേറൊരു ഭാഗത്ത് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 6:15 നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സ്റ്റെഫാനോസിനെ കുറിച്ച് അവിടെ പറയുന്നു. ആ ന്യായാധിപ സംഘത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ ആ ന്യായാധിപന്മാർ കണ്ടത് എങ്ങനെയാണ്? ഒരു ദൈവദൂതൻ്റെ മുഖം പോലെയാണ് സ്റ്റെഫാനോസിനെ അവിടെ കാണുവാനായിട്ട് ഇടയായത്. സോ അതുപോലെ നമ്മുടെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ വിളങ്ങുന്നുണ്ടോ? അത് അല്ലെങ്കിൽ ആ വെളിച്ചം നമ്മിൽ നിന്നും അത് പുറത്തേക്ക് പ്രകാശിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇവിടെ ദൈവം തൻ്റെ സ്നേഹ സ്വഭാവം മോശയ്ക്ക് വെളിപ്പെടുത്തിയതിന് ശേഷം മോശ ഇസ്രായേലിൻ്റെ പാളയത്തിലേക്ക് ഒരു തിളക്കമുള്ള മുഖത്തോടെ ഇറങ്ങി എന്നാണ്. പക്ഷേ ഈ ജനം അത് സ്വീകരിച്ചോ? അല്ലെ, ദൈവത്തോട് അടുപ്പമുള്ള ജനമായിരുന്നുവെങ്കിൽ വളരെ സന്തോഷത്തോടെ മോശയെ അവർ സ്വീകരിക്കേണ്ടടുത്ത് അവരെന്ത് ചെയ്തു? മോശയെ നോക്കുവാൻ അവർ ഭയപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മോശ എന്ത് ചെയ്യാണ്? ഒരു മൂടുപടം ഇട്ട് ആ തേജസ്സിനെ മറയ്ക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. ഇത് തന്നെയാണ് യേശു ക്രിസ്തുവും തൻ്റെ ദൈവീകത്തെ, അല്ലെ, താൻ ദൈവീകത്വത്തിൽ ഇരിക്കവേ ഒരിക്കലും ഒരു മനുഷ്യന് യേശുവിനെ ദർശിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ദൈവീകത്വത്തെ ഒരു മൂടുപടം, മനുഷ്യീകത്വം എന്ന ഒരു മാനുഷിക ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മൂടുപടം ധരിച്ച് യേശു ക്രിസ്തു കടന്നു വന്നതുപോലെ തന്നെ മോശ ഇവിടെ മൂടുപടമിട്ട് ആ തേജസ്സിനെ മറയ്ക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ഇവിടെ ദൈവത്തിൻ്റെ ആ നന്മയും ദയയും സ്വഭാവത്തിൻ്റെ ആ ഭംഗിയും മനസ്സിലാക്കിയ മോശ ദൈവത്തിന് സ്വയം പൂർണ്ണമായും തുറന്നു കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മോശ രൂപാന്തരപ്പെടുകയും തൻ്റെ മുഖം എന്ത് ചെയ്യണം? പ്രകാശിക്കുകയും ചെയ്തു. നാം ദൈവത്തിന് കീഴടങ്ങുകയും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും രാജാവുമാകാൻ നാം അനുവദിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖങ്ങളും നമ്മുടെ ജീവിതവും പ്രകാശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ 2 കൊരിന്ത്യർ 3:18 നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ മോശയുടെ ആ ഒരു മുഖത്തിന് സംഭവിച്ച ആ വെളിച്ചം 2 കൊരിന്ത്യർ 3:18 ഇങ്ങനെ പറയുന്നു: എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് ഇവിടെ പറയുന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മൾ എത്രത്തോളം ദൈവത്തെ അറിയുന്നുവോ, ദൈവത്തോട് എത്രത്തോളം അടുത്ത് ജീവിക്കുന്നുവോ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ തേജസ് നമ്മളിലൂടെ പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ബൈബിളിൽ നിന്ന് ആരെ നമ്മൾ പരിശോധിച്ചാലും, യോബിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും യോബ് ദൈവത്തിൻ്റെ തേജസ് പ്രതിഫലിപ്പിച്ചിരുന്നു എന്ന് തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ സ്വഭാവത്തിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താനും നമ്മെ അവൻ്റെ ദിവ്യ പ്രതിച്ഛായയിലേക്ക് വാർത്തെടുക്കാനും നാം ദൈവത്തെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ആ പ്രകാശം
കടന്നു വരും എന്നുള്ളത്. കാരണം എന്താണ്, ക്രിസ്തു എന്ന് പറയുന്നത് നീതി സൂര്യനാണ്. ആ നീതി സൂര്യൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നു, നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് ദൈവത്തിൻ്റെ സ്വഭാവം കൂടുതൽ നന്നായി പ്രതിഫലിപ്പിക്കേണ്ടത്? മിക്കവാറും എല്ലാ മേഖലകളിലും നമ്മളുടെ ദൈവത്തിൻ്റെ ആ ഒരു തേജസ് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആ തേജസ് പ്രകടമായിട്ട് പ്രതിഫലിക്കപ്പെട്ടത് ക്രൂശിലെ ആ സ്നേഹത്തിലാണ്. ക്രൂശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചതിലൂടെ ക്രിസ്തു നമുക്ക് വേണ്ടി തന്ന ആ വലിയൊരു സ്നേഹം, ദയ, മഹാകൃപ ഒക്കെയും ദർശിക്കുവാൻ ക്രൂശിലെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. സോ നാമും ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് ആയിത്തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സോ ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നാമും അനുദിനവും വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ ചിന്തയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അപ്പനും മകനും ഒരു കത്തീഡ്രൽ സന്ദർശിക്കുകയുണ്ടായി. ഒരു ഇരുണ്ട ഒരു ദിവസമായിരുന്നു. അവിടെ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ജനാലയിൽ ബൈബിളിൽ നിന്നുള്ള വിവിധ ചരിത്രങ്ങളും അല്ലെങ്കിൽ ശിഷ്യന്മാരുടെയും അല്ലെങ്കിൽ ബൈബിൾ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ചിത്രങ്ങൾ അവിടെ ആ ജനാലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സൂര്യപ്രകാശം തട്ടിയപ്പോൾ ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ബൈബിൾ ചരിത്രക്കാരൊക്കെയും തിളങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് അപ്പനോട് ചോദിക്കുകയാണ്, ഇവരൊക്കെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ അക്രൈസ്തവരായിരുന്നു. എന്നിരുന്നാലും അപ്പൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇവരൊക്കെ തിളങ്ങുന്ന മനുഷ്യരാണ്, ക്രിസ്ത്യാനികളെല്ലാം തിളങ്ങുന്ന മനുഷ്യരാണ് എന്ന് ഇവിടെ അപ്പൻ ഇങ്ങനെ ആ കുഞ്ഞിനോട് പറയുന്നു. സോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ക്രിസ്ത്യാനികൾ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞിന് പെട്ടെന്ന് ഓർമ്മ വന്നു അന്ന് കണ്ട ആ ചിത്രം. അപ്പോൾ ആ കുഞ്ഞ് ഉടനെ തന്നെ മറുപടി പറയുകയാണ്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് തിളങ്ങുന്ന മനുഷ്യരാണ് അല്ലെങ്കിൽ പ്രകാശിക്കുന്ന മനുഷ്യരാണ് എന്ന് ആ കുഞ്ഞ് അവിടെ പറയുകയുണ്ടായി. സോ അത് എത്ര അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മത്തായി 5:16 ഇങ്ങനെ പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് ഇവിടെ പറയുന്നു. സോ നമ്മുടെ പ്രകാശം, ആ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ആ മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക്, അന്ധകാരത്തിലിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു പ്രകാശമായി മാറി അവരെന്ത് ചെയ്യാണ്, ദൈവത്തിൻ്റെ വഴി, അല്ലെ മോശ അവിടെ നിന്റെ വഴി കാണിച്ചു തരണമേ എന്ന് പറഞ്ഞതുപോലെ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അവരെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം സ്വന്തം ജനമായിട്ട് മാറുവാൻ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ഒക്കെയും പഠിച്ചത്. നമ്മൾ അനുദിനവും വളരണം. ക്രിസ്തുവിൽ എൻ്റെ പ്രായം എന്താണ്? ഞാൻ ഇപ്പോഴും കുട്ടിയായിട്ട് പാല് കുടിക്കേണ്ട പ്രായത്തിലാണോ ഇരിക്കുന്നത്? അതോ കട്ടിയായ ഭക്ഷണം എനിക്ക് എടുക്കാൻ സാധിക്കുമോ? ഞാൻ കാലം നോക്കുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഉപദേഷ്ടാക്കന്മാരായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ പാഠഭാഗത്തിലുടനീളം നമ്മൾ ദർശിച്ചതായ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ത്രിവിധ ദൂതിൽ കാണുന്നത് പോലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നവിടെ പറയുമ്പോൾ ആ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ദൈവത്തിൻ്റെ സ്വഭാവത്തിലായിത്തീരുക എന്നുള്ളതാണ്. അങ്ങനെ ആയാൽ മാത്രമേ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രണ്ടാം വരവ് വരികയുള്ളൂ എന്ന് ഉള്ള ഭാഗം നമ്മളിവിടെ പഠിക്കുന്നു. സോ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ ആ യേശു ക്രിസ്തു വേഗം വരണമെങ്കിൽ നമ്മളിൽ മാറ്റം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, ദൈവത്തിൻ്റെ ഭാവത്തിൽ നമ്മൾ ആയിത്തീരണം. ആ കണ്ണാടിയിൽ മുഖാമുഖമായി ദർശിക്കുന്നത് ക്രിസ്തുവിൻ്റെ മുഖമായിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്വാർട്ടറിന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു മൂശയുടെ ഒരു അനുഭവം. നമ്മുടെ ഒരു ക്വാർട്ടർലി നമ്മൾ കംപ്ലീറ്റ് പഠിച്ചത് ക്രൂസിബിളിനെ കുറിച്ചായിരുന്നു. ആ ഒരു മൂശയിൽ നമ്മളിങ്ങനെ അനുദിനവും നമ്മളെ ദൈവം എന്ത് ചെയ്യണം, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ? തട്ടാൻ്റെ മുഖം എപ്പോഴാണോ ആ സ്വർണത്തിൽ
പ്രതിഫലിക്കുന്നത്, അപ്പോഴാണ് അത് പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ട് പരിപൂർണമായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അതുപോലെ കണ്ണാടിയിൽ മൂടുപടം നീക്കി നമ്മൾ കണ്ണാടിയിൽ ദർശിക്കാനായിട്ട് പോകുന്ന, മുഖാമുഖമായി കാണുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം, നമ്മളെ ഓരോരുത്തരെയും അല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. പുറപ്പാട് 34:6-7 പറയുന്നു, പഴയ നിയമത്തിലെ യോഹന്നാൻ 3:16 അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ മഹാകരുണ, ദൈവത്തിൻ്റെ സ്നേഹം ആരും നശിച്ചു പോകുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത്രയും പാപം ചെയ്ത ജനത്തെ പോലും ദൈവം അവിടെ ക്ഷമിക്കുകയാണ് ചെയ്തത്. സോ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമുക്ക് ഈ കൽപ്പനകളിലൂടെയും ദൈവത്തിൻ്റെ ഈ ഉപദേശങ്ങളിലൂടെയും മോശയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളിലൂടെ ഒക്കെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിക്കുന്ന ആളുകളോട് പുറപ്പാട് 34:6-7 എങ്ങനെയാണ് ദൈവം സ്വയം തന്നെ വെളിപ്പെടുത്തിയത് എന്നത് അടിസ്ഥാനമാക്കി നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ ഭംഗി നമ്മൾ വിശദീകരിക്കേണ്ടത്? ശരിക്കും നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയാൽ മാത്രമേ അന്ധതമസിലായിരിക്കുന്ന ജനം ദൈവത്തെ അറിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ക്രിസ്തുവിനെ അവകാശപ്പെടുന്ന ആളുകളുടെ സ്വഭാവവും പ്രവൃത്തികളും അവരുടെ നടത്തത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദയയും കൃപയും എളിമയും ക്ഷമിക്കുന്നവരും ആയിരുന്നവരുടെ സ്വന്തം അനുഭവങ്ങൾ, അവരുടെ സ്വാധീനം എന്തായിരുന്നു? അതേസമയം ഇങ്ങനെ ഒന്നും നടക്കാത്ത ക്രിസ്ത്യാനികളുമായിട്ട് നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുവാൻ ഇവിടെ പാഠം നമ്മളോട് ചോദിക്കുകയാണ്. സോ ദൈവത്തിൻ്റെ മക്കൾ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ തേജസ്സിൽ, ദൈവത്തിൻ്റെ ആ മഹത്വത്തെ പ്രതിഫലിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മോശ ഒരു കൊലപാതകിയായിരുന്നു. പിന്നീട് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ലോകത്തിൽ ജനിച്ചവരിൽ വെച്ച് ഏറ്റവും ദയാലുവായ ഒരു മനുഷ്യൻ മോശയാണ് എന്ന് ദൈവം തന്നെ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ സ്വന്തം പ്രവാചകനായി അറിയപ്പെടും, ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനായി അറിയപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്കും അവരെന്തായിരുന്നോ പിന്നീട് അവരെന്തായി തീർന്നു, ശൗലെന്ന പൗലോസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ നീതി സൂര്യൻ അവരുടെ ജീവിതത്തിൽ പ്രകാശിച്ചത്, ആ പ്രകാശം അവരെങ്ങനെയാണോ പ്രതിഫലിച്ചത്, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ തേജസ് പ്രതിഫലിപ്പിക്കുന്ന മക്കളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.